ഓർക്കാൻ കഴിയില്ല, ഓർത്തെടുക്കാൻ കഴിയില്ല. പിഞ്ചു കുഞ്ഞുങ്ങളൊക്കെ മണ്ണിനടിയിൽപ്പെട്ടിട്ട് ഓർക്കാൻ കഴിയില്ല. ഞങ്ങളെല്ലാം രക്ഷാപ്രവർത്തനത്തിലായിരുന്നു. എന്റെ വീട് സേഫാ. അതായത് ഉരുൾപൊട്ടിയതിന്റെ ഒരു 1 കിലോമീറ്ററോളം ദൂരെയാണ് എന്റെ വീട്. അവിടുന്ന് ഞങ്ങൾ ഈ സംഭവം അറിഞ്ഞതിന് ശേഷം 1 മണിക്ക് ഞങ്ങൾ ഈ സംഭവ സ്ഥലത്തേക്ക് ഞങ്ങൾ പോവുക, സേഫായി ഞങ്ങൾ പോവുക. അതായത് റോഡ് ഗതാഗതം എവിടെയാണോ തടസ്സപ്പെടുന്നത് അതുവരെ പോയി രക്ഷപ്പെടുത്താന്നുള്ള രീതിയിലാണ് ഞങ്ങൾ പോകുന്നത്. അവിടെ പോയി ടൗണിന്റെ അടുത്തെത്തിയപ്പം മുട്ടോളം ചെളി, കല്ല്, മണ്ണ് എല്ലാം വീണത്, ലൈനൊക്കെ പൊട്ടി വീണ് നിലത്ത് കിടക്കുക. അപ്പോൾ ഞങ്ങളവിടുത്തെ ടാക്സി ഡ്രൈവേഴ്സും ലോഡിങ്ങുകാരും അവിടെയുള്ള സമീപത്തുള്ള ആൾക്കാരൊക്കെ കൂടി രക്ഷാപ്രവർത്തനത്തിൽ എത്തിപ്പെട്ടു. എന്നുവെച്ചാൽ ടൗണിന്റെ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ടൗണിന്റെ ഇടതുവശത്തോട്ടുള്ള വീടുകൾ മുഴുവൻ വെള്ളത്തിലായി. അവിടെ പിഞ്ചു കുഞ്ഞുങ്ങളൊക്കെ വെള്ളത്തിനടി കിടക്കുക. ഞങ്ങൾ എന്നിട്ട് ഒരു 10-39ഓളം പേര് കുടുംബങ്ങളെ ഞങ്ങൾ മേലക്കയറ്റി രക്ഷപ്പെടുത്തി മേലക്കയറ്റി വിളിച്ചു. അതിനുശേഷം അവിടുന്ന് അങ്ങോട്ട് ഇറങ്ങാൻ നിവൃത്തിയില്ല, വരാൻ നിർത്തിയില്ല. ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഇറക്കോളം ചെളിയിലായി. ആ ചെളി ഇപ്പോഴും പോയിട്ടില്ല, അതുണ്ടോ? ആ ചെളിയിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ ചെയ്തത്. അവിടുന്ന് ഇറങ്ങാൻ പറ്റുന്നില്ല. പിന്നെ കിണർ എവിടെയാണ്, സെപ്റ്റിക് ടാങ്ക് എവിടെയാണ് ഒന്നും അറിയുന്നില്ലല്ലോ. എല്ലാം തകർന്ന് എന്താ പറയാ, കുഴഞ്ഞു മറിഞ്ഞു കിടക്കുക, മരങ്ങളും എല്ലാം വന്നിട്ട്. അപ്പം ഇതിനിടയിലും അലർച്ചയും കരച്ചിലും എല്ലാം കേട്ടിട്ട് ഞങ്ങൾ പറ്റുന്ന ആൾക്കാർ ചെയിനായി നിന്നിട്ട് ഓരോരുത്തരെ കയറ്റി ഒരു 10-39ഓളം ആളുകളെ ഞങ്ങൾ അവിടുന്ന് കയറ്റി രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു. ബാക്കിയുള്ളൊരു കുറെ ആളുകൾ അങ്ങനെ പോയി. അതെ, അവിടെ വന്നില്ല. ആണ് മുണ്ടക്കയിലെ 3 അംഗ കുടുംബത്തെ ഒന്നാകെ മലവെള്ളപ്പാച്ചിൽ കൊണ്ടുപോയി. ഓട്ടോ ഡ്രൈവറായ ശിവൻ, ഭാര്യ പ്രമോദിനി, മകൾ ജയന എന്നിവർ മരിച്ചതായി അധികൃതർ സ്ഥിരീകരിച്ചു. ഉരുൾപൊട്ടലിൽ ചൂരൽമല എന്ന ചെറുപട്ടണത്തോട് ചേർന്നൊഴുകിയ പുഴ ഗതി മാറിയതോടെയാണ് ഇത്തരത്തിൽ വലിയ ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. വയനാടിന്റെ ദുഃഖം, വയനാട് അനുഭവിക്കുന്ന വേദന കേരളം മുഴുവൻ ഏറ്റെടുക്കുകയാണ്. വയനാട്ടുകാർക്ക് വേണ്ടിയാണ് ഇപ്പോൾ കേരളത്തിൻ്റെ പ്രാർത്ഥനകൾ, കേരളത്തിൻ്റെ മനസ്സും വയനാട്ടുകാർക്ക് വേണ്ടി തന്നെ. ഇനിയും അനവധി ആളുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാകാനുണ്ട്. NDRF സംഘമടക്കം അവിടെ എത്തി വലിയ തെരച്ചിൽ നടത്തുന്ന കാഴ്ചകൾ നമുക്ക് കാണുന്നുണ്ട്. വലിയ പ്രയാസമാണ്, പ്രതികൂലമായ സാഹചര്യമാണ്. അവിടെയാണ് ഇത്ര വലിയ ഒരു തിരച്ചിലിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, എത്രയോ എല്ലാം തകർന്ന് നിരാശയിലാണ്ടുപോയ ആളുകൾ, അവരുടെ പ്രശ്നങ്ങൾ. CB അനുമോദ് അവിടെ തുടരുന്നുണ്ട്. അനുമോദ്, എന്തെങ്കിലും പുതിയ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? ആ 5 ആളുകളെ ഏതെങ്കിലും തരത്തിൽ കണ്ടെത്താനായിട്ടുണ്ടോ? മഴ പെയ്യുന്നുണ്ട്. ഈ ഒരു മഴ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാകുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്ന ആ 5 പേർ ഉണ്ട് എന്ന് കരുതുന്ന വീടിന്റെ മുകൾ ഭാഗം പൂർണ്ണമായിട്ടും വിളിച്ചു നീക്കി ഇപ്പോൾ താഴേക്ക് ഇറങ്ങാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. അവിടെ ഈ 5 പേർ ആ മണ്ണിനടിയിൽ തന്നെ ഉണ്ട് എന്നാണ് സഹദേവൻ എന്ന വീടിന്റെ ഗൃഹനാഥൻ നമ്മോട് പറഞ്ഞിരുന്നത്. അപ്പോൾ അത് കേന്ദ്രീകരിച്ചാണ് അവിടെ പരിശോധന നടത്തുന്നത്. അതിന് തൊട്ടടുത്തും പുറത്തുമെല്ലാമായിട്ട് ഇതുപോലെ തന്നെ വിവിധ ഇടങ്ങൾ കേന്ദ്രീകരിച്ച്, അതായത് രക്ഷാപ്രവർത്തകർ സംശയം തോന്നുന്നുണ്ട് എന്ന് കരുതുന്ന ഇടങ്ങളിലെല്ലാം ഇത്തരത്തിൽ പരിശോധനകൾ നടത്തുന്നുണ്ട്. നേരത്തെ ഒരു മൃതദേഹം കണ്ടെടുത്തത് താഴത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. വലിയ കനത്ത മഴ കനത്തുകൊണ്ടിരിക്കുകയാണ്. അത് രക്ഷാപ്രവർത്തനത്തിനൊക്കെ ഒരു തടസ്സമാകുന്ന സാഹചര്യം ആണ് കാണുന്നത്. കാരണം മഴയത്ത് ആ പ്രദേശത്ത് നിൽക്കാൻ കഴിയുന്ന സ്ഥിതിയല്ല ഉള്ളത്. നിലവിൽ തന്നെ
ചെളിയാണ് ആ പ്രദേശം മുഴുവൻ. അവിടെ മഴ കൂടി പെയ്താൽ ആ ഭാഗത്ത് കുത്തൊഴുക്കും ഉണ്ടാകും. അപ്പോൾ അത് അവിടെ ആർക്കും നിൽക്കാൻ കഴിയാത്ത കൂടുതൽ അപകടകരമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറും. അതുപോലെ ഇവിടെ ഈ യന്ത്ര സംവിധാനങ്ങൾ ഇല്ലാത്ത സാഹചര്യത്തിൽ കൂടുതൽ ആളുകൾ, സന്നദ്ധ പ്രവർത്തകരും സൈന്യവും ഒക്കെ സാധ്യമാവുന്ന എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്. പക്ഷേ കനത്ത മഴ ഒരു തെരച്ചിലിന് തടസ്സമാവുന്ന സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. അതാണ് സാഹചര്യം. അനുമോദ് രാവിലെ മുതൽ തന്നെ ആ ദുരന്തമുഖത്താണ്. അനുമോദുണ്ട്, MS സനീഷ് കുമാറുണ്ട്, VV അരുണുണ്ട്, പ്രധാനപ്പെട്ട ഷംന അവിടെ കോഴിക്കോട് ഉണ്ട്, ഷബീർ ചേരുന്നു രാവിലെ. ഇന്നലെ മുതൽ തന്നെ ഷബീർ ആ ദുരന്തമുഖത്ത് കൃത്യമായി തന്നെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് മനസ്സിലാകുന്നത് വലിയ ഒരു ദുരന്തം, ഇനി നിരവധി ഒരുപാട് ആളുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാകാൻ, അങ്ങനെ എല്ലാ തരത്തിലും കേരളത്തെ നടുക്കുന്ന ഒരുപക്ഷെ സമാനതകളില്ലാത്ത തരത്തിലുള്ള ദുരന്തമായി ഇത് മാറുകയാണ്. 8 ക്യാമ്പുകളാണ് മേപ്പാടിയിൽ മാത്രം തുറന്നിരിക്കുന്നത്. 1213 പേർ അവിടെയുണ്ട്. ഇനി മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയെന്നറിയാതെ 276 കുട്ടികൾ അതിലുണ്ട്. കണ്ണീർ പൊടിയാതെ കാണാനാകില്ല മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും കാഴ്ചകൾ. ന്യൂസ് 18 ക്യാമറ സംഘത്തിലെ അരുൺ പാലോടും ശ്രീജിത്ത് C കല്ലുമുട്ടിയും ഷിജു ചവറയും അഖിൽ ഓട്ടുപാറയും ദുരന്ത മേഖലയിൽ നിന്ന് പകർത്തിയ കാഴ്ചകൾ കാണാം.